സപത്നിയെ നവവധുവിൻ്റെ വേഷത്തിൽ അണിയിച്ചൊരുക്കി ഭർത്താവിൻ്റെ കൂടെ കിടപ്പറയിലേക്ക് അയക്കുന്നത് വിചിത്രമായ ഒരു അനുഭവമാണ്. ഈ അനുഭവം ഞാൻ വളരെ സ്വാഭാവികമായ രീതിയിൽ ഉൾക്കൊണ്ടു. സുഭദ്രയെ അർജുനൻ്റെ ശൈക്കരിയിൽ വിട്ട ശേഷം മടങ്ങി വരുമ്പോൾ എനിക്ക് അല്പം പോലും അസൂയയോ അസഹിഷ്ണുതയോ തോന്നിയില്ല. നേരെ മറിച്ച് എനിക്ക് ആനന്ദമാണ് ഉണ്ടായത്. ആ ആനന്ദം ത്യാഗത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെതുമായിരുന്നു. ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ ഇത്രയധികം സുഖവും ആനന്ദവും ലഭിക്കുമോ? മനുഷ്യൻ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നതിൽ ഇത്രയും പിശുക്ക് കാണിക്കുന്നത് എന്തിന്? സുഭദ്രയെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് സുഖം ലഭിച്ചത്. മറ്റേതെങ്കിലും ഒരു രാജകുമാരി എൻ്റെ സപത്നിയായി വന്നിരുന്നുവെങ്കിൽ ഞാൻ ഇത്ര അഗാധമായി സ്നേഹിക്കുമായിരുന്നില്ല. എന്നാൽ സുഭദ്ര കൃഷ്ണൻ്റെ സഹോദരിയാണ്. സുഭദ്രയുടെ കമനീയ മുഖത്ത് ശിശുസുബലമായ സാരള്യമുണ്ട്. അവളുടെ നീണ്ട കണ്ണുകളിലെ നിഷ്കളങ്കമായ മാദകത്വം കണ്ടാൽ ആർക്കാണ് അവളെ ഇഷ്ടപ്പെടാതിരിക്കുവാൻ കഴിയുക? കൃഷ്ണനെ പോലെ സുഭദ്രയ്ക്കും അപൂർവമായ ഒരു ആഗ്രഹശക്തിയുണ്ട്. കൃഷ്ണനെ ഇഷ്ടപ്പെടാതിരിക്കുവാൻ ഈ ലോകത്ത് ആർക്ക് കഴിയും? ഞാൻ കൃഷ്ണനെ ഇഷ്ടപ്പെട്ടു. സുഭദ്രയെ ഇഷ്ടപ്പെട്ടതിൽ എൻ്റെ സവിശേഷതയൊന്നുമില്ല. സുഭദ്രയുടെ സവിശേഷത കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അർജുനനോട് എൻ്റെ മനസ്സിൽ അല്പം ദൗർബല്യമുണ്ടെങ്കിലും ഓരോ ഭർത്താവിൻ്റെയും കൂടെ കഴിയുന്ന സമയത്ത് മറ്റു ഭർത്താക്കന്മാരെക്കുറിച്ച് ആലോചിച്ച് മനസ്സിൽ ദൗർബല്യമുണ്ടാകാറില്ലെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയും. അപ്പോൾ എനിക്കൊരു ഭർത്താവ് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ പ്രേമവും നിഷ്ഠയുമെല്ലാം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ആ സമയത്ത് കൃഷ്ണനൊഴികെ ഒരു പുരുഷനും എൻ്റെ ഉപബോധ മനസ്സിൽ പോലും ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ഉറക്കത്തിലും ഉണർവിലും സ്വപ്നത്തിലുമെല്ലാം കൃഷ്ണനുണ്ട്. എൻ്റെ ഭർത്താക്കന്മാരുടെ ഹൃദയസ്പന്ദനത്തിലും കൃഷ്ണൻ്റെ സ്വരം കേൾക്കുവാൻ കഴിയും. അർജുനൻ്റെ ഓരോ ശ്വാസത്തിലും ഓരോ അണുവിലും ഞാൻ കൃഷ്ണൻ്റെ പേര് കേൾക്കുന്നു. അതുകൊണ്ട് കൃഷ്ണനെ ആഗ്രഹിക്കുന്നത് മൂലം എൻ്റെ പാതിവൃത്യത്തിന് ഭംഗം നേരിടുകയില്ല. കൃഷ്ണപ്രേമം പവിത്രമാണ്, കളങ്കരഹിതമാണ്, പ്രതീക്ഷകൾക്കും പ്രത്യാശകൾക്കും ഇതേയുമാണ്. എൻ്റെ പാതിവൃത്യത്തിൽ ചിലപ്പോൾ എനിക്ക് തന്നെ അഹങ്കാരം തോന്നുന്നുണ്ട്. ഭൂമിയിലെ ഭൂരിപക്ഷം സ്ത്രീകളും ശരീരം കൊണ്ടല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വ്യഭിചാരണകളാണെന്ന് പറയപ്പെടുന്നു. ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് പരപുരുഷനോടൊപ്പം കിടക്ക പങ്കിടാറുണ്ട്. എന്നാൽ ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. യുധിഷ്ഠിരൻ്റെ കൂടെ കഴിയുമ്പോൾ ഞാനൊരിക്കലും ഭീമനെ ആഗ്രഹിച്ചിട്ടില്ല. ഭീമൻ്റെ കൂടെ കഴിയുമ്പോൾ അർജുനനെ കാംക്ഷിച്ചിട്ടില്ല. അച്ചടക്കവും നിഷ്ഠയുമുള്ള ജീവിതം നയിക്കുന്നതിന് ഞാൻ കഠിനമായ സാധന അനുഷ്ഠിച്ചിട്ടുണ്ട്. മനസ്സിനെ നിയന്ത്രണാധീനമാക്കുകയാണ് ലോകത്തിലെ ഏറ്റവും കഠിനമായ പ്രവൃത്തി. കഷ്ടപ്പെടാതെ കൃഷ്ണനെ കിട്ടുകയില്ലെന്ന് അമ്മ കുന്തിദേവി പറയാറുണ്ട്. അമ്മയുടെ ദൃഷ്ടിയിൽ കൃഷ്ണൻ ഭഗവാനാണ്. കൃഷ്ണനാണ് സൃഷ്ടിയും പ്രളയവും ഉണ്ടാക്കുന്നതും. ഓരോ കാര്യത്തിൻ്റെയും കാരണം അദ്ദേഹം തന്നെ. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും കൃഷ്ണൻ തന്നെ. കൃഷ്ണൻ്റെ ബാല്യകാലത്തെ അലൗകിക സംഭവങ്ങൾ കുന്തിദേവി വർണ്ണിക്കുന്നത് കേട്ട് കൃഷ്ണൻ ഭഗവാനാണെന്ന വിശ്വാസം എന്നിലും ഉറച്ചു. നിസ്സഹായനായ വ്യക്തിയുടെ ആത്മബലമാണ് ഭഗവാൻ. ഈ വിധത്തിൽ ആലോചിച്ചാൽ കൃഷ്ണൻ എനിക്ക് ഭഗവാനാണ്. എന്തുകൊണ്ടെന്നാൽ കൃഷ്ണചിന്ത എൻ്റെ ആത്മബലത്തിൽ ഉറപ്പുകൂട്ടുന്നു. ആപത്ത് കാലത്ത് കൃഷ്ണനിൽ മാത്രമാണ് വിശ്വാസം. ഈ വിശ്വാസം കാരണം അസ്വാഭാവികമായ പരിതസ്ഥിതിയിൽ ഞാൻ സ്വാഭാവിക ജീവിതം നയിക്കുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ 5 ഭർത്താക്കന്മാർക്കും ഈ വിശ്വാസമുണ്ട്. കൃഷ്ണനിൽ വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ വീര്യവും ശൈര്യവുമെല്ലാം ഉടനെങ്കിൽ പോലും പാണ്ഡവന്മാർ ഭൂമിയിൽ നിന്ന് എന്നെ തേച്ചു മായിച്ച് കളയപ്പെട്ടേൻ. സുഭദ്രയെ അർജുനൻ്റെ കിടപ്പറയിൽ കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉദ്യാനത്തിൽ വന്നിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചത് അർജുനെക്കുറിച്ചായിരുന്നില്ല, കൃഷ്ണനെക്കുറിച്ചായിരുന്നു. ചന്ദ്രകാർച്ചിതമായ രാത്രിയിലെ ആമ്പൽ പൂവലെ എൻ്റെ ഉള്ളിൽ ആനന്ദാമൃതം നിറഞ്ഞൊഴുകി. കൃഷ്ണൻ്റെ സഹോദരിക്ക് വേണ്ടി ഞാൻ ഇത്ര വലിയൊരു ത്യാഗം ചെയ്തു. വീണ്ടും എൻ്റെ മനസ്സിൽ അഹങ്കാരം മുളയ്ക്കുന്നു. ചിലപ്പോൾ അഹങ്കാരവും ആവശ്യമാണ്. അഹങ്കാരം മനുഷ്യനെ സത്കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു. എന്നാൽ ആ അഹങ്കാരത്തിന് പിന്നിൽ ഭഗവാൻ ഉണ്ടായിരിക്കണം. എങ്കിലേ മനുഷ്യൻ സത്കർമ്മം ചെയ്യുകയുള്ളൂ. എൻ്റെ അഹങ്കാരത്തിന് പിന്നിൽ കൃഷ്ണനുണ്ട്. ഞാൻ കൃഷ്ണൻ്റെ സഖിയാണ്, ബന്ധുവാണ്. അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് മതിപ്പുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ത്യാഗം ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന അഹങ്കാരം എനിക്കുണ്ട്. കൃഷ്ണൻ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ തന്നെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അന്ത്യരാമിയാണ്. എൻ്റെ മനോവികാരങ്ങൾ അദ്ദേഹത്തിന് അജ്ഞാനമല്ല. എൻ്റെ അടുത്തിരുന്ന മധുരസ്വരത്തിൽ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. എൻ്റെ സഹോദരി സുഭദ്രയ്ക്ക് വേണ്ടി കൃഷ്ണനെ അനുഷ്ഠിച്ചുള്ള ത്യാഗത്തിന് ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അർജുനൻ മടങ്ങി വന്നതാണ്. എന്നിട്ടും നിങ്ങൾ നിസ്സംഗമായി രാത്രി കഴിച്ചു കൂട്ടുന്നു. എനിക്ക് ദുഃഖമുണ്ട്. കൃഷ്ണൻ എൻ്റെ ദുഃഖം അറിയുന്നു. ഞാൻ പറഞ്ഞു, സുഭദ്ര എന്നിൽ നിന്ന് അർജുനനെ അപഹരിച്ചു കൊണ്ടുപോയില്ല. വാസ്തവത്തിൽ അർജുനനെ കുറെ കൂടി എന്നിലേക്ക് അടുപ്പിപ്പിക്കാനുള്ള അവസരമാണ് തരികയാണ് ചെയ്തത്. പ്രയത്നിക്കാതെ കിട്ടിയ ധനത്തിൻ്റെ ആനന്ദം നഷ്ടമാകുന്നത് പോലെ
പ്രിയതമന് വേണ്ടി ത്യാഗവും അർപ്പണവുമില്ലാതെ അദ്ദേഹത്തിന് പ്രേമം ആർജിക്കുന്നതിൽ സ്ത്രീത്വത്തിൻ്റെ മഹിമ കുറഞ്ഞു പോകുന്നുണ്ടോ? അർജുനന് വേണ്ടി കൂടുതൽ ത്യാഗമനുഷ്ഠിക്കുവാനും കഷ്ടപ്പാടുകൾ സഹിക്കുവാനുമുള്ള അവസരം അദ്ദേഹം എനിക്ക് തന്നു. അതോടൊപ്പം എൻ്റെ സ്ത്രീത്വത്തിൻ്റെ മഹിമ വർദ്ധിപ്പിക്കുവാനുള്ള അവസരവുമാണിത്. സുഭദ്ര എൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വന്നവളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങയോട് നന്ദിയുണ്ട്. സഖേ, സാധനയ്ക്കും ഒരു സ്വാദുണ്ട്. ആ സ്വാദ് അറിയാത്തവർ സാധന ക്ലേശകരമാണെന്ന് ചിന്തിക്കും. അമ്മയാകുന്നത് പ്രസവവേദന സഹിക്കേണ്ടി വരുന്നുണ്ട്. അർജുനനോട് കൂടുതൽ അടുക്കുന്നതിന് സപത്നിയെ സഹോദരിയായി കണക്കാക്കേണ്ടി വരും. കൃഷ്ണൻ സഹജമായ മൃദു മന്ദഹാസത്തോടെ പറഞ്ഞു. അർജുനനോട് കൂടുതൽ അടുക്കുവാനുള്ള മറ്റൊരു നല്ല ഉപായം എനിക്കറിയാം. ചെയ്യാമോ? തീർച്ചയായും. എളുപ്പമുള്ള ഉപായത്തേക്കാൾ കഠിനമായ ഉപായം പറഞ്ഞു തന്നാൽ കൂടുതൽ സന്തോഷമുണ്ടാക്കും. വാസുദേവ കൃഷ്ണൻ തന്റെ മുഖം അപൂർവ ദീപ്തിയിൽ പ്രശോഭിപ്പിച്ചു. കൃഷ്ണനോട് കൂടുതൽ അടുപ്പമുള്ളവർ അർജുനനോടും കൂടുതൽ അടുപ്പമുള്ളവരായി തീരും. അർജുനൻ എൻ്റേതു തന്നെ രണ്ടാം രൂപമാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ പേര് കൃഷ്ണ എന്നാണ്. കൃഷ്ണനും കൃഷ്ണയും ആ ഭിന്നരാണെന്ന് അച്ഛൻ പറയാറുണ്ട്. അതുകൊണ്ട് അങ്ങ് എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. മറ്റാരെങ്കിലും കണ്ടാൽ കണ്ടില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ ഹൃദയം കൃഷ്ണമയമാണെന്ന് ഞാൻ കാണുന്നുണ്ട്. കൃഷ്ണമയമായ ഹൃദയം അഹങ്കാരരഹിതമാണ്. അഹങ്കാരം ഭരിക്കുന്നിടത്ത് കൃഷ്ണൻ്റെ കറുപ്പ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കൃഷ്ണൻ ഉണ്ടായിരിക്കുകയില്ല. കറുപ്പിനെ കൃഷ്ണനാണെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. എൻ്റെ ഉള്ളിലെ അല്പമാത്രമായ അഹങ്കാരം പോലും കൃഷ്ണന് അസഹ്യമായി തീർന്നു. എന്നാൽ ഞാൻ ഒരിക്കലും മിഥ്യാഹങ്കാരം വെച്ചു പുലർത്തിയിരുന്നില്ല. കൃഷ്ണൻ്റെ ഗൂഢമായ പുഞ്ചിരി എൻ്റെ മനസ്സിനെ നിയന്ത്രണരഹിതമാക്കി. ആ പുഞ്ചിരി എന്നോട് ഇങ്ങനെ പറയുന്നതായി തോന്നി. മിഥ്യയായാലും സത്യമായാലും അഹങ്കാരം ഇല്ലാതാക്കണം. അഹങ്കാരം ഇല്ലാതാക്കണമെങ്കിൽ സ്വയം ഇല്ലാതെയാകണം. സ്വയം സമർപ്പിതയാകണം. തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ നൈവേദ്യമാക്കി മാറ്റി വിളമ്പുവാൻ തയ്യാറാകണം. ഈ നിശബ്ദമായ സ്വരം ഇതിൽ കൃഷ്ണൻ്റെ ജീവചരിത്രം മൂർത്തമാകും. വാസ്തവത്തിൽ ദ്വാരകാധീശനായ കൃഷ്ണൻ ധർമ്മ സംസ്ഥാപനാർത്ഥം സഞ്ചാരിയെ പോലെ ചുറ്റിത്തിരിയും. ഇതിനു പിന്നിൽ അദ്ദേഹത്തിന് എന്ത് സ്വാർത്ഥം? ലോകഹിതത്തിനു വേണ്ടിയാണ് അദ്ദേഹം സഞ്ചാരിയായത്. ഞാൻ ഇല്ലാതെയായി ചേർന്നു. പഞ്ചപാണ്ഡവന്മാരുടെ സൗഖ്യമാർഗത്തിൽ എന്നെ തന്നെ നൈവേദ്യമായി അർപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ വ്യക്തിത്വവും നിജത്വവും ഭർത്താക്കന്മാർക്ക് അർപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് സ്വന്തമായ രുചിഭേദങ്ങളില്ലാതെയായി. ആരെങ്ങനെ ആഗ്രഹിക്കുന്നുവോ ആ രൂപത്തിൽ ഞാൻ എന്നെ അർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് അർജുനനോടൊത്തുള്ള ദാമ്പത്യ ജീവിതം ആരംഭിക്കുകയാണ്. ഇതിനിടയ്ക്ക് എത്രയോ വർഷം കടന്നുപോയി. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി. സുഭദ്ര വന്നു. എത്ര പരിഭവവും പിണക്കവും ഉണ്ടായി. എന്നാൽ അർജുനൻ ഇന്നും എനിക്ക് പഴയ അർജുനൻ തന്നെ. സ്വയംവരം കഴിഞ്ഞയുടൻ ആദ്യമായി കിടപ്പറയിൽ ഞാൻ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണെന്ന് തോന്നും. മായയുടെ കാര്യങ്ങളിലെല്ലാം അതിശയോക്തി ഉണ്ടായിരിക്കും. ഇത്രയും ചമയങ്ങൾ, ഇത്രയും ആഡംബരങ്ങൾ ആവശ്യമുണ്ടോ? ഐശ്വര്യവും കഴിവും ആഡംബരവുമാണ് മനുഷ്യനെ അന്ധനാക്കുന്നത്. ഞാൻ അന്ധനാകാൻ ആഗ്രഹിക്കുന്നില്ല. അർജുനനെ 100 കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിഞ്ഞാലും എനിക്ക് തൃപ്തി ഉണ്ടാവുകയില്ല. അർജുനൻ രണ്ടാം കൃഷ്ണനാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ കൃഷ്ണൻ തന്നെയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് ഞാൻ ആരെയാണ് കാത്തിരിക്കുന്നത്? അർജുനനെയോ കൃഷ്ണനെയോ? അദ്ദേഹം വന്നു. തറയിൽ വിരിച്ച പരിവധാനിയിൽ നീലത്താമര വിടർത്തിക്കൊണ്ട് അദ്ദേഹം ആസനസ്ഥനായി. ഞാൻ അദ്ദേഹത്തെ വന്ദിച്ചു. എത്ര നാളുകളായി ഞാൻ ഈ ഒരു രാത്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സ്വപ്നം കാണുകയായിരുന്നു. ഇങ്ങനെയുള്ള ചന്ദ്രികാർശാബ്ദമായ രാത്രി, സന്നിഗ്ധ ശീതളമായ കാറ്റ്, അർജുനനും ഞാനും എത്ര പരിഭവങ്ങൾ, പിണക്കങ്ങൾ, എത്ര സ്വപ്നങ്ങൾ, ചിന്തകൾ, എത്രയോ കാവ്യചർച്ചകൾ, ശാസ്ത്രപുരാണങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾ. അർജുനനുമായി മാത്രമേ ഇതെല്ലാം സാധ്യമാകൂ. യുധിഷ്ഠിരൻ സദാ ഭാഗവങ്കീരൻ, ചിന്താശീലൻ. ഭീമനാകട്ടെ കാവ്യം, സാഹിത്യം, പരിഭവം, സൗന്ദര്യപ്പിണക്കം, സ്വപ്നം, ഭാവന മുതലായവയുമായി ഒരു ബന്ധവുമില്ല. നകുലൻ ചപലനും നിഷ്കളങ്കനുമായ ശിശുവിനെ പോലെയാണ്. അദ്ദേഹത്തിന് എൻ്റെ മനോവികാരങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. സഹദേവൻ മൗനി യോഗിയെപ്പോലെ തന്നിൽ തന്നെ മുഴുകിയിരിക്കും. അദ്ദേഹവുമായിട്ട് ഒരു സംഭാഷണവും തുടങ്ങി വയ്ക്കാറില്ല. ചുരുങ്ങിയ സംഭാഷണം, അപ്രിയമാണെങ്കിൽ പോലും സത്യം പറയുന്ന പ്രകൃതം. അതുകൊണ്ട് എൻ്റെ ഉള്ളിലെ കാവ്യാത്മകത മുഴുവൻ അർജുനന് വേണ്ടി സംഭരിച്ചു വെച്ചിരിക്കുകയാണ്. കൃഷ്ണനെ പോലെ അദ്ദേഹവും കാവ്യാമർജനാണ്, കലസരികനാണ്, സംഗീതപ്രിയനാണ്. അദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ച് കട്ടിലിരുത്തി കോമളസ്വരത്തിൽ പറഞ്ഞു, കൃഷ്ണേ, ഞാൻ നിങ്ങളോട് മാപ്പപേക്ഷിക്കുവാൻ വന്നതാ. എന്തിനെ? എനിക്ക് സുഭദ്രയുടെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടിയിരിക്കുന്നു. ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം അവൾക്ക് സുഖമില്ലാതെയായി. അർജുനൻ ഉത്തരം പ്രതീക്ഷിച്ചെന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. സുഭദ്രയെ സഹോദരിയായി ഞാൻ ഹൃദയത്തിൽ അഴിഞ്ഞു കഴിഞ്ഞു. അവളുടെ സുഖത്തിൻ്റെ പാതയിൽ ഞാൻ ഒരിക്കലും തടസ്സം സൃഷ്ടിച്ചില്ല. അവൾ എന്തുകൊണ്ടാണ് എൻ്റെ സുഖം സഹിക്കാതിരുന്നത്? എനിക്ക് സുഭദ്രയുടെ സപത്നി എന്ന നിലയിൽ ദേഷ്യം തോന്നുന്നു.
ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അർജുനനുമായി കൂടിക്കാഴ്ച നടക്കുവാൻ പോവുകയാണ്. പക്ഷേ സുഭദ്രയ്ക്കത് സഹിക്കുവാനാവില്ല. ഞാൻ മൗനമായിരിക്കുന്നത് കണ്ട് അർജുനൻ പറഞ്ഞു, നിങ്ങളെന്നെ കാത്തിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഈ രാത്രി സുഭദ്രയുടെ കൊട്ടാരത്തിൽ കഴിയേണ്ടി വരും. അത് വളരെ ക്ലേശകരമാണെങ്കിലും എനിക്ക് സഹിക്കേണ്ടി വരും. മുമ്പ് ഓരോ രാത്രിയിലും ഞാൻ ഇതുപോലെ നിങ്ങളെ കാത്തിരിക്കുകയും നിങ്ങൾ വാർഷിക കരാർ അനുസരിച്ച് യുധിഷ്ഠിരൻ്റെയും ഭീമൻ്റെയും നകുലൻ്റെയും സഹദേവൻ്റെയും ശയനമുറകളിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അന്നെനിക്ക് വളരെയേറെ ക്ലേശമുണ്ടായി. ഇന്ന് നിങ്ങൾ എൻ്റെ മേൽ ഇത്ര അവകാശമുണ്ടോ അത്രയും അവകാശം സുഭദ്രയ്ക്കുമുണ്ട്. അവൾക്ക് സുഖമില്ലെന്നറിഞ്ഞിട്ട് അവളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങനെ ഇവിടെ വന്ന് നിൽക്കും? ഈ വർഷം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സമയമാണ്. അങ്ങ് സുഭദ്രയുടെ അടുത്ത് പോയാലും ഞാൻ അങ്ങേ കാത്തിരിക്കും. വളരെ പ്രയാസപ്പെട്ട് ഞാൻ പറഞ്ഞു. അർജുനൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു, സുഭദ്ര ഇത്തരം വ്യവസ്ഥ എന്തിനു സ്വീകരിക്കണം? ഒരു വർഷം അവളുടെ അടുത്തും ഒരു വർഷം നിങ്ങളുടെ അടുത്തും ഞാൻ ദാമ്പത്യ ജീവിതം നയിച്ചു കൊള്ളാമെന്ന് അവളോട് വ്യവസ്ഥ ചെയ്തിട്ടില്ലേ? എല്ലാ സ്ത്രീകളെയും പോലെ എല്ലാ ദിവസവും ഭർത്താവിനോടൊത്ത് കഴിയുവാൻ അവളും ആഗ്രഹിക്കും. അത് സ്വാഭാവികമാണ്. കൂടുതൽ ദിവസങ്ങൾ എനിക്ക് സുഭദ്രയുടെ കൂടെ കഴിയേണ്ടി വരും. നിങ്ങളെ 5 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ കിട്ടുകയുള്ളൂ. കൂടുതൽ സമയം ആരോടൊപ്പമാണോ കഴിയേണ്ടത് അവളെ പിണക്കുന്നതെങ്ങനെ? ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അർജുനൻ എൻ്റെ മേൽ എന്നെ തന്നെ ആയുധം പ്രയോഗിക്കുകയാണ്. അർജുനൻ ആരുടെ കൊട്ടാരത്തിൽ രാത്രി കഴിച്ചു കൂട്ടും എന്നതിനെ ചൊല്ലി അദ്ദേഹവുമായി തർക്കിക്കുകയെന്നോർത്ത് എൻ്റെ മുഖം ലജ്ജ കൊണ്ട് മ്ലാനമായി. അദ്ദേഹത്തിന് സുഭദ്രയുടെ അടുത്ത് പോകുവാനാണ് ആഗ്രഹമെങ്കിൽ നിർബന്ധിച്ച് തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് അദ്ദേഹത്തിനോ എനിക്കോ സുഖമുണ്ടാകുമോ? ബലം പ്രയോഗിച്ച് ആരുടെയെങ്കിലും രാജസിംഹാസനം കൈവശപ്പെടുത്താം. പക്ഷേ ബലം പ്രയോഗത്തിലൂടെ ഹൃദയസിംഹാസനം കരസ്ഥമാക്കുക സാധ്യമല്ല. സുഭദ്ര അർജുനൻ്റെ ഹൃദയസിംഹാസനത്തിൽ ആരുടെയായിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ അവളോട് അസൂയപ്പെടുകണ്ടിരുന്നാലും ആ സ്ഥാനം കൈവശപ്പെടുത്തുമെങ്കിൽ വിജയിക്കുകയില്ല. സുഭദ്രയ്ക്ക് യഥാർത്ഥത്തിൽ അസുഖമാണെങ്കിൽ അർജുനൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ തടയുന്നത് തികച്ചും അന്യായമായിരിക്കും. 12 വർഷക്കാലം അർജുനൻ്റെ വീരവേഗത ഞാൻ ധൈര്യപൂർവ്വം സഹിച്ചു. ഇനി 1-2 ദിവസം കൂടി അത് സഹിക്കുവാൻ കഴിയുകയില്ലേ? ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അദ്ദേഹം അപ്പോൾ കാട്ടിൽ ബ്രഹ്മചാരിയായി കഴിയുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ സപത്നി സുഭദ്രയുടെ ഭവനത്തിൽ താമസിക്കും. ഞാൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു, സുഭദ്രയ്ക്ക് അസുഖമാണെങ്കിൽ അങ്ങിങ്ങോട്ട് വന്നു തന്നെ അന്യായമായി പോയി. മായയോട് വിവരം പറഞ്ഞയച്ചാൽ മതിയായിരുന്നു. വേഗം പോകൂ. അവൾ പാവം ചെറിയ കുട്ടിയാണ്. താങ്കളെ കാണാൻ ഞാൻ പരിഭ്രമിക്കും. അർജുനൻ എൻ്റെ 2 കൈകളും പിടിച്ചുകൊണ്ട് പറഞ്ഞു, മനസ്സ് ദുഃഖിപ്പിക്കരുത്. ഞാൻ എന്ത് ചെയ്യട്ടെ? 2 വെള്ളത്തിൽ കാൽ ചവിട്ടുന്നതിൻ്റെ സ്ഥിതി ഇതാണ്. അർജുനൻ്റെ സഹാനുഭൂതി നിറഞ്ഞ വാക്കുകൾ കേട്ട് എൻ്റെ ദുഃഖമൊരുകി കണ്ണുകളിലൂടെ ഒഴുകി. കണ്ണുനീർ ബലം പ്രയോഗിച്ച് ഉള്ളിലൊതുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അർജുനനെ കിട്ടാഞ്ഞത് കണ്ണുനീർ ഒഴുക്കുവാനാണോ രോഗിയാകുവാനാണോ തക്കവണ്ണം ഞാൻ സുഭദ്രയെപ്പോലെ ചെറിയവളാണോ? ഞാൻ യജ്ഞസേനിയാണ്, വിദൂഷി, ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണി, തീയിൽ കുരുത്തവൾ. ഹോ, ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ചിരിക്കുവാൻ ശ്രമിച്ചു. സുഭദ്രയെ ഓർത്താണ് എനിക്ക് ദുഃഖം. അവൾ വെറുതെ രോഗിയായി രാത്രിയിൽ കൊട്ടാരം വൈദ്യനെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമുണ്ടാവുകയില്ലേ? അർജുനൻ ഗംഭീര സ്വരത്തിൽ പറഞ്ഞു, സുഭദ്രയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട. അത്ര ഗുരുതരമായ അസുഖമൊന്നുമില്ല. ഞാൻ അവളുടെ അടുത്തുണ്ടായിരുന്നാൽ തന്നെ വേണ്ടുവോളം ആശ്വാസം കിട്ടും. പക്ഷേ നിങ്ങൾ രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടും? രാത്രി മുഴുവൻ അസ്വസ്ഥമായി കഴിയും. ഞാൻ ആർദ്രസ്വരത്തിൽ പറഞ്ഞു. ആർക്കു വേണ്ടി? അർജുനൻ ചോദിച്ചു. സുഭദ്രയ്ക്ക് വേണ്ടി. അവളെ ഞാൻ സഹോദരിയായി അംഗീകരിച്ചിട്ടും എന്നെ സപത്നിയായി കണക്കാക്കി ഭയക്കുന്നു. അതുകൊണ്ടല്ലേ ഇന്നങ്ങനെ എന്നെ മുറിയിൽ വരുന്നതെന്ന് അറിഞ്ഞുകൂടാൻ അവൾക്ക് അസുഖം പിടിപെട്ടത്. എന്തായാലും അങ്ങിനെയൊട്ടും വൈകിക്കരുത്. ഞാൻ അർജുനനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് വാതിൽക്കൽ വരെ കൊണ്ടുവിട്ടു. അദ്ദേഹം തലകുനിച്ചൊന്നും മിണ്ടാതെ സുഭദ്രയുടെ മുറിയിലേക്ക് നടന്നു. ഞാൻ കഥകടച്ച കട്ടിൽ കയറി കിടന്നു. എന്തുകൊണ്ടോ എനിക്കിന്ന് ഭാരക്കൂടുതൽ അനുഭവപ്പെട്ടു. അർജുനൻ എൻ്റെ ബലം അപഹരിച്ചു കൊണ്ടുപോയതുപോലെ തോന്നുന്നു. കണ്ണുകൾ അടച്ചുവിടാൻ മായയുടെ ശബ്ദം എൻ്റെ ചെവിയിൽ വന്നു വീണു. ഞാൻ കഥകടയ്ക്കുമ്പോൾ അവൾ എൻ്റെ മുറിയിലുണ്ടായിരുന്നു. എൻ്റെ കാൽ തടവിക്കൊണ്ട് അവൾ പറഞ്ഞു, 12 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അർജുനൻ്റെ ഈ അവിവേകം അവിടുന്നല്ലാത്ത മറ്റാരും സഹിക്കുകയില്ല. വാസ്തവത്തിൽ സുഭദ്രയ്ക്ക് അസുഖമൊന്നുമില്ല. സന്ധ്യാസ്നാനത്തിന് ശേഷം അണിഞ്ഞൊരുങ്ങുന്നതാണ് ഞാൻ കണ്ടത്. സുഭദ്രയെ കാണാതെ അർജുനന് ഒരു നിമിഷം പോലെ കഴിയാൻ വയ്യ. അതുകൊണ്ടാണ് കള്ളക്കഥ ചമച്ച് ആ മുറിയിലേക്ക് പോയത്. അതേസമയം അവിടുന്ന് അദ്ദേഹം ഇല്ലാഞ്ഞപ്പോൾ തപസ്വിനിയായി എത്ര കഷ്ടപ്പാട് സഹിച്ചു. മായ പറഞ്ഞത് സത്യമാണെന്ന് തോന്നി. എങ്കിലും അവളുടെ മുൻപിൽ ദൗർബല്യം പ്രകടിപ്പിക്കാതെ ഞാൻ പറഞ്ഞു, സുഭദ്രയുമായി അർജുനൻ്റെ ബന്ധം തുടങ്ങിയിട്ട് അല്പ ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് വിട്ടിട്ട് പോരുവാൻ വിഷമമായിരിക്കും. അല്പം കഴിഞ്ഞ് സ്വപ്നസാന്ദ്രമായ സ്വരത്തിൽ ഞാൻ പറഞ്ഞു, അർജുനനുമായി എനിക്ക് ജന്മാന്തരമായുള്ള ബന്ധമാണുള്ളത്. അത് മായയ്ക്ക് മനസ്സിലാവില്ല. സുഭദ്രയെ കാണുമ്പോൾ തന്നെ എല്ലാ കോപവും പിണക്കവും ആകാശത്തിൽ നിന്ന് നീന്തുന്ന മേഘം പോലെ പിന്നിലെവിടെയോ പോയി മറയുന്നു. മനസ്സ് നിർമ്മലമായ ആകാശം പോലെ സ്വച്ഛമായി തീർന്നു. സുഭദ്രയെ കണ്ടു. കഴിഞ്ഞ രാത്രിയിലെ എല്ലാ സംഘർഷങ്ങളും മറന്നു.
ദുഃഖ സൗകര്യങ്ങളൊക്കെ ആരാൻ. ഇന്ദ്രപ്രസ്ഥത്തിൽ വന്ന ശേഷം എൻ്റെ ആരോഗ്യത്തിന് അഭിവൃദ്ധിയല്ലാതെ ഒരു ഹാനിയും സംഭവിച്ചിട്ടില്ല. അവൾ പറഞ്ഞു. എനിക്ക് വിസ്മയം തോന്നി. മായ പറഞ്ഞത് സത്യമാണോ? അർജുനൻ കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി അവളുടെ മുറിയിൽ രാത്രി കഴിച്ചു കൂട്ടിയതായിരിക്കുമോ? ഞാൻ എൻ്റെ സംശയം വെളിപ്പെടുത്തിയില്ല. ചോദിച്ചു, രാത്രിയിൽ നന്നായി ഉറങ്ങിയോ? അവൾ ഉറക്കെ ചിരിച്ചു. ഉറക്കമോ? അതെൻ്റെ കൂടപ്പിറപ്പാണ്. അർജുനൻ മുറിയിൽ ഇല്ലായിരുന്നതുകൊണ്ട് വേഗം ഉറങ്ങും. മറ്റു ദിവസങ്ങളെ പോലെ ശാസ്ത്രചർച്ചയും കാവ്യനിരൂപണവും ഒന്നും കേൾക്കേണ്ടി വന്നില്ല. ഈ വിഷയങ്ങളിൽ ചേച്ചിയുടെ സാമർത്ഥ്യത്തെക്കുറിച്ച് അദ്ദേഹം വേണ്ടുവോളം പ്രശംസിക്കാറുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ ശാസ്ത്രചർച്ചയായിരുന്നുവോ? അറിവുള്ള പങ്കാളിയെ കിട്ടിയാൽ അദ്ദേഹം രാത്രി മുഴുവൻ കാവ്യചർച്ച നടത്തിക്കൊണ്ടേയിരിക്കും. ദ്വാരകയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം രാത്രിയിൽ ജ്യേഷ്ഠനുമായി ശാസ്ത്രചർച്ച നടത്തിക്കൊണ്ടേയിരുന്നു. സുഭദ്ര പൊട്ടിച്ചിരിച്ചു. ഞാൻ വിസ്മയശബ്ദമായി. അർജുനൻ എൻ്റെ മുറിയിൽ ഇല്ലായിരുന്നു, സുഭദ്രയുടെ മുറിയിലും ഇല്ലായിരുന്നു. പിന്നെ രാത്രി എവിടെ കഴിച്ചുകൂട്ടി? സുഭദ്രയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് പോയതിൻ്റെ ഉദ്ദേശം എന്താണ്? അദ്ദേഹം എൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഞാൻ അദ്ദേഹത്തോട് എന്തപരാധം ചെയ്തു? ഈ ദുഃഖം, ഈ ലജ്ജ, ഈ അപമാനം ആരോട് പറയും? അർജുനൻ എന്നെ ഇഷ്ടമല്ലെന്ന കാര്യം പരസ്യമായ ശേഷം ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താണ് അർത്ഥം? സന്ധ്യ. ഉദ്യാനത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഞാൻ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. വിഷാദമഗ്നയായി. ഒരുപക്ഷെ ഇന്നും അർജുനൻ വരികയില്ലായിരിക്കും. ഏതെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞ് രാത്രി എവിടെയെങ്കിലും കഴിച്ചുപൂട്ടാമായിരിക്കും. കിടപ്പറയിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നതിനേക്കാൾ ഈ ഉദ്യാനത്തിൻ്റെ മൂലയ്ക്ക് ആരും കാണാതെ കുത്തിയിരിക്കുന്നതാണ് ഭേദം. പെട്ടെന്ന് പിന്നിൽ ശ്രീകൃഷ്ണൻ്റെ ശബ്ദം കേട്ടു. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. സഖാവ് മൃദുമന്ദഹാസം പൊഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇന്നലെ എൻ്റെ സഖാവിനെ നിർദ്ധയം പറഞ്ഞയച്ചു. ഇന്നിവിടെ വന്ന് ഒളിച്ചിരിക്കുന്നു. ഇന്നും പാവം നിങ്ങളുടെ മുറിയിൽ നിന്ന് നിരാശനായി മടങ്ങും. എന്നിട്ട് രാത്രി മുഴുവൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ രാത്രിയിൽ അയാൾ ഉറങ്ങിയിട്ടില്ല. എനിക്കും വിശ്രമിക്കുവാൻ സാധിച്ചില്ല. സഖി, എൻ്റെ സഖാവിനോട് എന്തിനാണ് ഇത്ര ക്രൂരത? ഞാൻ വാ വിളിച്ച് നിന്നുപോയി. അർജുനൻ്റെ വിചിത്രമായ പെരുമാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചു. അദ്ദേഹം എൻ്റെ പേരിൽ ഇത്ര പെരുത്ത പച്ചക്കള്ളത്തെക്കുറിച്ച് ചിന്തിച്ച് പറഞ്ഞത് എന്തിനാണ്? അവിടെ സുഭദ്ര, ഇവിടെ ഞാൻ. ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാക്കിയിട്ട് എന്നിട്ടും അദ്ദേഹം സഖാവിൻ്റെ കൂടെ വെറുതെ എനിക്ക് ദുഷ്പേരുണ്ടാക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഞാൻ അല്പം കോപം അനുഭവിച്ചുകൊണ്ട് പറഞ്ഞു. 12 വർഷത്തെ ബ്രഹ്മചാര്യത്തിനിടയ്ക്ക് 4 സ്ത്രീകളെ വിവാഹം ചെയ്തു, 3 കുട്ടികളുടെ അച്ഛനുമായി. എന്നിട്ടും മടങ്ങി വന്നയുടൻ അങ്ങയുടെ സഖാവിനെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. എന്തിനാണ് രാത്രി മുഴുവൻ അങ്ങയുടെ കൂടെ കഴിഞ്ഞത്? എന്നോട് സുഭദ്രയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ അദ്ദേഹത്തെ തള്ളി പുറത്താക്കിയില്ല. പക്ഷേ നിങ്ങൾക്ക് അദ്ദേഹത്തെ നിർബന്ധിച്ച് തടഞ്ഞു നിർത്താമായിരുന്നു. സുഭദ്രയ്ക്ക് സുഖമില്ലെന്ന് കേട്ടതും തടയുന്നത് ഉചിതമാണോ? അപേക്ഷിക്കാമായിരുന്നു. അല്പനേരത്തേക്ക് തടഞ്ഞു നിർത്താമായിരുന്നു. സുഭദ്രയ്ക്ക് അസുഖമായിട്ടും സുഭദ്രയ്ക്ക് അത്ര വലിയ അസുഖമൊന്നുമില്ലെന്ന് അർജുനൻ പറഞ്ഞില്ലേ? എങ്കിലും അദ്ദേഹം സുഭദ്രയുടെ അടുത്ത് പോകുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാൻ എങ്ങനെ അനുനയിപ്പിക്കും? അനുനയം കൊണ്ട് പ്രേമം ലഭിക്കുമോ? പക്ഷേ അർജുനൻ കൂടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ദുഃഖമുണ്ടായില്ല. ഇത്ര നാളുകൾക്ക് ശേഷവും നിങ്ങളുടെ കാത്തിരിപ്പ് വ്യർത്ഥമായി. അതിൻ്റെ പേരിലെങ്കിലും പിണക്കം ഭാവിച്ചില്ല. അർജുനൻ്റെ പ്രേമത്തിന് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ വ്യാകുലതയില്ലെന്നാണ് അതിനർത്ഥം. പിണക്കത്തിന് ഭാഷയുണ്ടോ? കണ്ണ്, മുഖം, നെടുവീർപ്പ്, ഗദ്ഗതം, അവ കൊണ്ടൊന്നും അർജുനൻ എൻ്റെ ദുഃഖവും വ്യാകുലതയും പിണക്കവും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലേ? ഞാൻ വാ തുറന്ന് പറയണമായിരുന്നു. എൻ്റെ വാക്ക് കേട്ട് കൃഷ്ണൻ പറഞ്ഞു. കൃഷ്ണന് ഇന്നലെ രാത്രി എൻ്റെ സഖാവിന് അങ്ങേയറ്റത്തെ മനക്ലേശമുണ്ടായി. നിങ്ങളുടെ മനസ്സ് അയാൾക്ക് വേണ്ടി വ്യാകുലപ്പെട്ടെന്നോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അയാൾ സുഭദ്രയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ഉടനടി ഔദാര്യം കാണിച്ചതുകൊണ്ട് അയാളെ പറഞ്ഞയച്ചു. നിങ്ങൾ നിർബന്ധിച്ച് തടഞ്ഞു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ അർജുനൻ നിങ്ങളുടെ പ്രേമത്തിൻ്റെ തീക്ഷ്ണതയിൽ പ്രസന്നാചിത്തനാകുമായിരുന്നു. എത്ര വിദൂഷിയാണെങ്കിലും വിജ്ഞാനനാണെങ്കിലും കാമുകിക്ക് ചിന്തയും ബുദ്ധിയും പ്രയോജനവും ചെയ്യുകയില്ല. പ്രേമലബ്ധിക്ക് വേണ്ടി കാമുകി എന്തെല്ലാം ചെയ്യുകയില്ല. അതേസമയം നിങ്ങളുടെ തണുത്ത ഔദാര്യം മൂലം എൻ്റെ സഖാവ് രാത്രി മുഴുവൻ കടുത്ത ശിക്ഷ അനുഭവിച്ചു. ഞാൻ ആശ്ചര്യപുളകതിയായി. രാത്രിയിൽ നാടകീയമായ ഇറക്കപ്പോക്കിൻ്റെ കാരണം അന്വേഷിച്ചു നോക്കി. അർജുനൻ്റെ ഹൃദയത്തിലെ വ്യാകുലത അളന്നു നോക്കുവാൻ വേണ്ടി ഇന്നലെ രാത്രി മുഴുവൻ സഖാവിൻ്റെ അടുത്ത് ഉണർന്നിരുന്നു. അർജുനൻ എൻ്റേതാണെന്ന് എനിക്ക് തോന്നി. ഉലൂബിയും ചിത്രാംഗതയും ആര്യയും സുഭദ്രയും അർജുനൻ്റെ ഭാര്യമാരായിരിക്കാം. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രേയസിയാണ്, മാനസേശ്വരിയാണ്, പ്രാണപ്രിയയാണ്. അദ്ദേഹം 99 ഭാര്യമാരെ ഇന്ദ്രപ്രസ്ഥത്തിലെ അന്തഃപുരത്തിൽ കൊണ്ടുവന്ന് താമസിച്ചാലും എനിക്കൊരു ദുഃഖവും ഉണ്ടാവുകയില്ല. അർജുനൻ്റെ പൗരുഷൻ സമുദ്രം പോലെ വിശാലവും ഉദാരവുമാണ്. ലോകത്തിലെ സർവ്വനദികളും അവിടെ ഭയം തേടിയാലും എൻ്റെ സ്ഥാനത്തിന് ഒരു കുറവും സംഭവിക്കുകയില്ല. മഹർഷി കൃഷ്ണദ്വൈപായനും മഹാത്മാ വാസുദേവ കൃഷ്ണനും ഒരുമിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയത് എത്രമാത്രം സൗഭാഗ്യപൂർണമായെന്ന് അത്രമാത്രം മഹത്വപൂർണവുമാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നതിന് പിറകിൽ എന്തെങ്കിലും ഉദ്ദേശം കാണും. ഇന്ദ്രപ്രസ്ഥത്തിലെ ജനങ്ങൾ ആശ്ചര്യചകിതരായി ആലോചിച്ചു.
കുറച്ചു ദിവസം മുൻപ് ഇന്ദ്രപ്രസ്ഥത്തിൽ സുഭദ്രയുടെ മകൻ അഭിമന്യുവിന്റെ വിദ്യാരംഭ ചടങ്ങ് ആഘോഷപൂർവ്വം കൊണ്ടാടി. അന്ന് 2 കൃഷ്ണന്മാരും വന്നിരുന്നു. അഭിമന്യുവിനെ അനുഗ്രഹിച്ചിട്ട് മടങ്ങിപ്പോയി. പോയപ്പോൾ വാസുദേവ കൃഷ്ണൻ കൗതുകത്തോടെ പറഞ്ഞു, കൃഷ്ണേ, സുഭദ്രയുടെ മകൻ ഈ വംശത്തിലെ ജ്യേഷ്ഠപുത്രനാണ്. അതിൽ വിഷമിക്കരുത്. അതാണ് പുരുവംശത്തിന്റെ പാരമ്പര്യം. ഗാന്ധാരം നേരത്തെ ഗർഭം ധരിച്ചുവെങ്കിലും അനുജത്തിയായ കുന്തിക്ക് ആദ്യം പുത്രൻ ജനിച്ചതിനാൽ യുധിഷ്ഠിരൻ ജ്യേഷ്ഠപുത്രന്റെ ഗൗരവമേറിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിരിക്കുകയാണ്. ഒന്നാലോചിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് രാജമകുടത്തിന്റെ ഭാരം തലയേറ്റേണ്ടി വരികയില്ലല്ലോ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഖി, അഭിമന്യു സുഭദ്രയുടെ ഗർഭത്തിൽ ജനിച്ചതാണെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ മകനാണ്. അതിനാൽ അവൻ എൻ്റെ ജ്യേഷ്ഠപുത്രനാണ്. അഭിമന്യു എന്നെ അമ്മ എന്നും സുഭദ്രയെ ചെറിയമ്മ എന്നുമാണ് വിളിക്കുന്നത്. സുഭദ്ര അവനെ പ്രസവിച്ചെന്നേയുള്ളൂ. പക്ഷെ അവൻ എൻ്റെ മടിയിൽ കിടന്നാണ് വളരുന്നത്. അവൻ എൻ്റെ അടുത്തിരുന്ന് പഠിക്കുന്നു, പാട്ടുപാടുന്നു, പടം വരയ്ക്കുന്നു. ഞാൻ മടിയിലെത്തി പൂർവികന്മാരുടെ കഥകൾ പറഞ്ഞുകൊടുത്ത് ഉറക്കുന്നു. സുഭദ്രയുടെ കുട്ടിത്തം മാറിയിട്ടില്ല. അഭിമന്യു എന്തിനെങ്കിലും വേണ്ടി അല്പം ശാഠ്യം പിടിച്ചാൽ അവൾ ദേഷ്യപ്പെടും. അഭിമന്യു കരയുമ്പോൾ അവനെ സമാധാനിപ്പിക്കുവാൻ അറിയാതെ സുഭദ്രയുടെ കണ്ണു നിറയുന്നത് കാണാം. അഭിമന്യു ഏതെങ്കിലും ആവശ്യപ്പെടുമ്പോൾ സുഭദ്ര അവനെ എൻ്റെ അടുക്കിലേക്ക് അയക്കും. ഇനി പറയൂ, അഭിമന്യു എൻ്റെ മകനാണോ സുഭദ്രയുടെ മകനാണോ? കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനെന്തു പറയുക? അഭിമന്യു തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ആദ്യത്തെ ദിവസം കുരു ചോദിച്ചപ്പോൾ അഭിമന്യു പറഞ്ഞു, എൻ്റെ അച്ഛൻ അർജുനനും അമ്മാവൻ കൃഷ്ണനും അമ്മ കൃഷ്ണയുമാണ്. എൻ്റെ പാവപ്പെട്ട സഹോദരി സുഭദ്രയുടെ പേര് പോലും പറഞ്ഞില്ല. കൃഷ്ണൻ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, സഖി, അഭിമന്യുവിനെ ഞാൻ എൻ്റെ സ്വന്തം വംശത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ വംശത്തിൽ ജ്യേഷ്ഠനാണ് ശ്രേഷ്ഠ സ്ഥാനത്തിരിക്കുന്നത്. പ്രായം കൊണ്ട് മാത്രമല്ല, ചിന്താശക്തിയിലും ബുദ്ധിശക്തിയിലും ഹൃദയവിശാലതയിലും കണക്കിലെടുത്താണ് ജ്യേഷ്ഠൻ്റെ ശ്രേഷ്ഠമായ അവസാനം നിൽക്കുന്നത്. മാതൃപുത്രന്മാരായ നകുല സഹദേവന്മാരും തങ്ങൾ കുന്തിപുത്രന്മാരാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു. കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിൽ ശത്രുതയുണ്ടായെങ്കിൽ പോലും അമ്മമാരായ ഗാന്ധാരിയുടെയും കുന്തിദേവിയുടെയും കണ്ണുകളിൽ 100 കൗരവന്മാരും 5 പാണ്ഡവന്മാരും സഹോദരന്മാർ തന്നെ. അതുകൊണ്ട് അഭിമന്യു കൃഷ്ണയുടെ പുത്രനാണെന്ന് പറയുന്നതിൽ അസ്വാഭാവികതയില്ല. ശ്രീകൃഷ്ണൻ ചിരിച്ചു, യാത്ര പറക്കൂ. ഇങ്ങനെ പറഞ്ഞിറങ്ങുമ്പോൾ സഖി, ദ്വാരകയിൽ മനസ്സിലങ്ങേർ ചേർന്നില്ല. കൂടെ കൂടെ ഇന്ദ്രപ്രസ്ഥത്തിൽ വരുവാനുള്ള അവസരം കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ പുത്രന്മാരായ പ്രതിവിന്ധ്യ, രക്തസോമൻ, ശ്രുതകർമ്മ, ശതാനികൻ, ശ്രുതസേനൻ എന്നിവരുടെ വിദ്യാരംഭം ഒരുമിച്ച് നടത്തരുത്. ഓരോരുത്തരുടെയും വിദ്യാരംഭ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിക്കും. അങ്ങനെയാകുമ്പോൾ ജ്യേഷ്ഠൻ ബലരാമനോട് ഇവിടെ വരുന്നതും കളവായ വിശദീകരണം നൽകേണ്ടി വരികയുമില്ല. ശ്രീകൃഷ്ണന്റെ വാക്ക് കേട്ടാൽ ആരാണ് ചിരിക്കാത്തത്? ഞാൻ ചോദിച്ചു. ഇന്ദ്രപ്രസ്ഥത്തിൽ വരുവാൻ അവസരം സൃഷ്ടിക്കുന്നത് അങ്ങയ്ക്ക് വലിയ കാര്യമാണോ? ജീവിതകാലം മുഴുവൻ പാണ്ഡവന്മാർ അങ്ങയുടെ ആശ്രമം തേടും. അങ്ങേ കൂടാതെ അവർക്ക് ഇന്നോളം എന്തെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? മടങ്ങി വരണമെന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം പോയി. എന്നാൽ ഇത്ര വേഗം മടങ്ങി വരുമെന്ന് ആർക്കും അറിയുവാൻ പാടില്ലായിരുന്നു. മഹർഷി കൃഷ്ണദ്വൈപായനും മഹാത്മാ വാസുദേവ കൃഷ്ണനും വരുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. യുധിഷ്ഠിരൻ അവരെ ക്ഷണിച്ചു. അദ്ദേഹം ഏതോ മാനസിക സംഘർഷത്തിൽ പെട്ടിരിക്കുന്നു. 2 കൃഷ്ണന്മാരുമായി കൂടിയാലോചിച്ചാലോ അതിനൊരു സമാധാനമുണ്ടാകുകയുള്ളൂ. യുധിഷ്ഠിരൻ പിതാവ് പാണ്ഡുവിനെയും സ്വപ്നം കണ്ടു. തൻ്റെ അപൂർണമായ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ പിതാവ് മൂത്ത മകനെ സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകി. പൂർവികന്മാരുടെ ആഗ്രഹം പൂർത്തിയാക്കേണ്ടത് പുത്രന്മാരുടെ പരമകർത്തവ്യമാകുന്നു. എന്നാൽ പാണ്ഡുവിൻ്റെ ആഗ്രഹം അസാധാരണമാണ്. യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞം നടത്തി ചക്രവർത്തിയായി തീരണമെന്ന് പിതാവ് ആഗ്രഹിക്കും. പാണ്ഡുവിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അനേക രാജ്യങ്ങൾ പിടിച്ചടക്കിയ അദ്ദേഹം തൻ്റെ ശൗര്യവും വീര്യവും പ്രദർശിപ്പിച്ചു. രാജസൂയ യജ്ഞം നടത്തുവാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് മുനിശാപത്താൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ അസംതൃപ്തനായ ആത്മാവ് അന്നു മുതൽ അസ്വസ്ഥമായി അലയടിക്കുകയായിരുന്നു. സ്വപ്നഭാഗത്തിനു വേണ്ടി യുധിഷ്ഠിരൻ വ്യാകുലാചിത്തനായി. ദേവഋഷി നാരദനും സ്വർഗവാദിക്കൽ പാണ്ഡുവിനെ കണ്ട ശേഷം മടങ്ങി വന്നു. പാണ്ഡു ദുഃഖിതനാണെന്നും യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞം നടത്തിയാലോ അദ്ദേഹത്തിന് ആത്മാവിന് തൃപ്തി ലഭിക്കുകയുള്ളെന്നും നാരദൻ അറിയിച്ചു. യുധിഷ്ഠിരന്റെ സ്വപ്നവും നാരദന്റെ സന്ദേശവും പാണ്ഡവന്മാരുടെ മനസ്സിൽ രാജസൂയ യജ്ഞത്തിന്റെ വെമ്പലുണ്ടാക്കി. എന്നാൽ യുധിഷ്ഠിരന് മാനസികമായ സംഘർഷമുണ്ടായത് എന്തുകൊണ്ട്? മറ്റുള്ളവർക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊരു കാര്യം അറിയാം. യുധിഷ്ഠിരന് പിതാവിൻ്റെ ആജ്ഞ പാലിക്കുന്നതിൽ എത്രമാത്രം താല്പര്യമുണ്ടോ, രാജസൂയം നടത്തുന്നതിൽ അത്രമാത്രം ഉത്കണ്ഠയുമുണ്ട്. യുധിഷ്ഠിരൻ സദാ സമാധാനപ്രിയനും യുദ്ധവിമുഖനുമാണ്. യുദ്ധം, രക്തം ചൊരിച്ചൽ, ഹിംസ, ധനനഷ്ടം, ജീവഹാനി, ദുഃഖം, ആർത്തനാദം മുതലായവ അദ്ദേഹത്തിൻ്റെ സമാധാനപ്രിയമായ മനസ്സിന് സഹിക്കാനാവുന്നതല്ല. അദ്ദേഹം യുദ്ധത്തെ കഠിനമായി വെറുക്കുന്നു. എന്നാൽ രാജസൂയം നടത്തുന്നതിൽ ഉദാസീനഭാവം കാട്ടുന്നത് ക്ഷത്രിയധർമ്മത്തിന് വിരുദ്ധമാണ്.
രാജസൂയത്തിന്റെ അർത്ഥം രാജ്യങ്ങൾ ജയിക്കുകയോ ഏകഛത്രാധിപത്യം സ്ഥാപിക്കുകയോ അല്ല. ഇതുമൂലം രാഷ്ട്രത്തിൽ ധാർമ്മികവും ഐക്യവും സഖ്യവും സ്ഥാപിക്കുന്നു. നാരദൻ ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. സഹോദരന്മാർ അതിനെ പിന്താങ്ങുകയും ചെയ്തു. എന്നിട്ടും ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് മുൻപ് കൃഷ്ണദ്വൈപായനന്റെയും വാസുദേവ കൃഷ്ണന്റെയും അഭിപ്രായവും ഉപദേശവും ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവരെ ക്ഷണിച്ചത്. കൃഷ്ണദ്വൈപായനും വാസുദേവ കൃഷ്ണനും നടുവിലിരുന്നു. അവർക്ക് ചുറ്റും പഞ്ചപാണ്ഡവന്മാരും രാജസൂയം നടക്കാൻ വേണ്ടിയിരുന്നു. അതിനെക്കുറിച്ചുള്ള ഗംഭീര ചർച്ചയും നടക്കുകയാണ്. ഞാനും അമ്മ കുന്തിയും ഉണ്ടായിരുന്നു. പാണ്ഡവ കുടുംബത്തിലെ ഏതെങ്കിലും സുപ്രധാന തീരുമാനമെടുക്കുന്ന സമയത്ത് ഗ്രഹനായികയുടെ അഭിപ്രായം ആരായുന്ന പതിവുണ്ട്. എൻ്റെ ശ്വശ്വരനായ പാണ്ഡുവും എല്ലാ കാര്യങ്ങളിലും കുന്തിദേവിയുടെ അഭിപ്രായത്തെ മാനിക്കുമായിരുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവും ഗാന്ധാരിയുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നു. മാതാമഹിയായ സത്യവതിയുടെ അഭിപ്രായത്തെ പുരുവംശം ആദരിക്കുന്നു. എന്നാൽ കൗരവന്മാർ സ്ത്രീയെ വേണ്ടവിധം മാനിക്കുന്നില്ല. അവരുടെ ദൃഷ്ടിയിൽ സ്ത്രീ അന്തഃപുരത്തിലെ കൗതുക ക്രീഡയ്ക്കുള്ള സാമഗ്രതമാണ്. അവർ സ്ത്രീകളെ സുഖഭോഗ വസ്തുക്കളായി കണക്കാക്കുന്നു. അവരുടെ അഭിപ്രായങ്ങൾ വകവയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരെ പലതരത്തിലുള്ള യാതനകൾക്ക് വിധേയരാക്കുകയും ചെയ്യുന്നു. ദുര്യോധനന്റെ പത്നി ഭാനുമതിക്ക് വിദ്യ, ബുദ്ധി, സൗന്ദര്യം, ഗുണം, ജ്ഞാനം ഒന്നിലും ഒരു കുറവുമില്ല. അവരുടെ ഔദാര്യവും മഹത്വവും അതുല്യമാണ്. ദുര്യോധനൻ ഓരോ കാര്യത്തിലും റാണി ഭാനുമതിയുടെ അഭിപ്രായം കേട്ടിരുന്നുവെങ്കിൽ പാപമോ അധർമ്മമോ ഹിംസയോ അദ്ദേഹത്തെ സ്പർശിക്കുകയില്ല. ഭാനുമതിയുടെ പാതിവൃത്യം ധർമ്മനിഷ്ഠയും കാരണമാണ് ഇത്രയേറെ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടും കൗരവന്മാർ നിലനിൽക്കുന്നത്. ഭാനുമതി ശ്രീകൃഷ്ണന്റെ ഇഷ്ടഭോജനങ്ങളാണ്. ഭർത്താവിൻ്റെ അവഹേളനവും കാമാസക്തിയും കാരണം പാവം രാവും പകലും ശ്വാസം മുട്ടിക്കഴിയുന്നു. മാനസികമായ അശാന്തിയും അസ്ഥിരതയും കാരണം അവർ മിക്കപ്പോഴും രോഗാസ്ഥിരതയായി കഴിയുന്നു. അവർക്ക് അകാല മൃത്യു സംഭവിച്ചാൽ കൗരവന്മാരുടെ നാശവും സംഭവിക്കും. ഞങ്ങളെല്ലാവരും സ്വന്തം അഭിപ്രായം പ്രകടിപ്പിച്ച് യുദ്ധവും രക്തച്ചൊരിച്ചിലും വെറുക്കുന്ന കുന്തി ദേവിയുടെ രാജസൂയത്തിന് അനുകൂലമായ അഭിപ്രായം പ്രകടിപ്പിച്ചു. എന്നിട്ടും യുധിഷ്ഠിരന് വൈമുഖ്യമായിരുന്നു. എന്നിട്ട് കൃഷ്ണദ്വൈപായനന്റെയും വാസുദേവ കൃഷ്ണന്റെയും തീരുമാനത്തിന് വിട്ടുകൊടുത്തു. വാസുദേവ കൃഷ്ണനുള്ളിടത്ത് മറ്റൊരാളുടെയെങ്കിലും അഭിപ്രായത്തിന്റെ ആവശ്യമുണ്ടോ? വാസുദേവ കൃഷ്ണൻ പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജാവേ, രാജസൂയ യജ്ഞം നടത്തുന്നതിന് അങ്ങ് തികച്ചും അർഹനാണ്. ധർമാത്മാവായ രാജാവ് നടത്തുന്ന രാജസൂയ യജ്ഞം ധർമ്മത്തെ കൂടുതൽ ഉറപ്പിക്കും. ധർമ്മത്തിന് ലോപം സംഭവിക്കും. യുധിഷ്ഠിരൻ ചിത്താതുരതനായി ചോദിച്ചു, ചക്രവർത്തി എന്ന് പറയപ്പെടുന്ന ആത്മസംതൃപ്തിക്ക് വേണ്ടി രാജസൂയം പ്രഖ്യാപിച്ചിട്ട് യുദ്ധവും രക്തച്ചൊരിച്ചിലും ക്ഷണിച്ചു വരുത്തുന്നത് അഭിലഷണീയമാണോ? വാസുദേവ കൃഷ്ണൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു, രാജസൂയത്തിന്റെ ഉദ്ദേശം കേവലം രാജവിസ്തൃതിയോ ഏകാചിതത്രതാദ്യമോ അല്ല. ധർമ്മത്തിന് മുൻപിൽ കീഴടങ്ങുക എന്നാണ് ഇതിനർത്ഥം. യുധിഷ്ഠിരന്റെ രാജ്യത്തിൽ അധർമ്മത്തിന് ഒരു സ്ഥാനവുമില്ല. ഇക്കാര്യം രാജസൂയ യജ്ഞത്തിലൂടെ മാത്രമേ പ്രതിപാദിക്കുവാൻ കഴിയൂ. രാജസൂയം ഒരിക്കലും അഹിംസയത്തിലൂടെയോ ശാന്തിക്കോ മൈത്രിക്കോ എതിരല്ല. രാജസൂയം വാസ്തവത്തിൽ ധർമ്മരക്ഷകനായ രാജാവിനെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. ഭൂമിയിൽ ധർമ്മരക്ഷകനായ രാജാവിനെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഹേ യുധിഷ്ഠിര മഹാരാജാവേ, അങ്ങോട്ടും വൈകാതെ രാജസൂയ യജ്ഞത്തിന് ഏർപ്പാട് ചെയ്താലും. എന്നാൽ അതിനു മുൻപായി മഗധ രാജാവായ ജരാസന്ധനെ വധിക്കേണ്ടതുണ്ട്. അയാളെ പോലെ ധർമ്മവിരോധികളായ രാജാക്കന്മാർ ഭൂമിയിൽ ഉള്ളിടത്തോളം അത്രയും കാലം ധർമ്മ സംസ്ഥാപനം സാധ്യമല്ല. ചേതി രാജാവായ ശിശുപാലനാണ് ജരാസന്ധന്റെ സേനാധിപതി. അയാളും നല്ല പരാക്രമിയാണ്. അതിനാൽ ആദ്യം മഗധയെ ആക്രമിക്കാം, അതിനുശേഷം രാജസൂയത്തിന് ഏർപ്പാട് ചെയ്യാം. കൃഷ്ണന്റെ സഹായത്തോടെ ഭീമനും അർജുനനും ചേർന്ന് മഹാഭാവിയായ ജരാസന്ധനെ വധിച്ചു. അതിനുശേഷം രാജസൂയത്തിന് തടസ്സമൊന്നും ഉണ്ടായില്ല. ഇന്ദ്രപ്രസ്ഥത്തിൽ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. ചുമതലകൾ എല്ലാവർക്കും നൽകി കഴിഞ്ഞു. അർജുനനും ഭീമനും നകുലനും സഹദേവനും 4 ഭാഗത്തു നിന്നും ദിഗ്വിജയം നടത്തി മടങ്ങി വന്നു. ആര്യാവർത്തത്തിലെ സമസ്ത രാജാക്കന്മാരും ഈ 4 സഹോദരന്മാരുടെയും വീരത്വത്തിനും യുധിഷ്ഠിരന്റെ ധർമ്മപാരണതയ്ക്കും കീഴടങ്ങുകയും ചെയ്തു. ആര്യാവർത്തത്തിലെ ശ്രേഷ്ഠ പുരുഷനായ വാസുദേവൻ കൃഷ്ണൻ ഉപദേഷ്ടാവായി ഉള്ളിടത്ത് പരാജയത്തിന്റെ പ്രശ്നമുദിക്കുകയേയില്ല. യുധിഷ്ഠിരന്റെ വിനീതമായ അഭ്യർത്ഥന അനുസരിച്ച് ഹസ്തിനാപുരത്ത് നിന്ന് മഹാമയൻ ഭീഷ്മർ, മഹാഗുരു ദ്രോണർ, ധൃതരാഷ്ട്ര, ദുര്യോധനൻ മുതലായവ എല്ലാവരും യഥാസമയം ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ചിരുന്നു. ചക്രവർത്തിയായ യുധിഷ്ഠിരന്റെ വിനയഭാവവും ആത്മാർത്ഥമായ അതിസ്തത്കാരവും എല്ലാവരെയും ആകർഷിച്ചു. ഇന്ദ്രപ്രസ്ഥത്തിലെ ഐശ്വര്യവും സമൃദ്ധിയും എല്ലാവരെയും ആശ്ചര്യഭരിതമാക്കി. ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഖാണ്ഡവപ്രസ്ഥം എന്ന അവിവികസിത പ്രദേശം ഇന്ദ്രപുതിയാക്കി മാറ്റിയല്ലോ. എല്ലാവരും അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഭീമനും ഇടയ്ക്കിടയ്ക്ക് ഇതിനെപ്പറ്റി പരിഹാസം എന്ന ഭാവത്തിൽ അവരെ അസൂയാഭരിതരാക്കിക്കൊണ്ടേയിരുന്നു. തുടർന്നു